അപ്പോൾ അതുപോലെ നമ്മുടെ വീണ്ടും മറ്റൊരു കാറ് ഇത് എന്നാണ്ട്. അപ്പോൾ ഇന്നും ഞാൻ മറ്റൊരു ഡൈകാസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ പ്രാവശ്യവും നമ്മുടെ ഇരിക്കുന്ന 1:24 സ്കെയിൽ മോളിൽ വരുന്ന ഒരു ഡൈകാസ്റ്റാണ് നമുക്ക് ഇന്നും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഏതാണെന്ന് വല്ലോ ഊഹമുണ്ടോ? എന്തായാലും ന്യൂ ജനറേഷൻ വണ്ടിയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഇരിക്കുന്നത്. വിൻറ്റേജ് മോഡലല്ല. സാധാരണ വിൻറ്റേജ് മോഡലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിലും ഈ പ്രാവശ്യം നമ്മുടെ ഇരിക്കുന്ന വിൻറ്റേജ് മോഡലല്ല. എന്തായാലും നാട്ടിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ഏതാണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ എഡിഷനാണ്. മിസ്റ്റോയുടെ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 1:24 സ്കെയിൽ മോഡ് 2021 ടൊയോട്ടോ GR ERS ആണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന മോഡൽ. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റാണ്. കളറൊക്കെ കണ്ടില്ലേ, പാക്ക ഡീറ്റെയിൽ. ഒരു ഓറഞ്ച് റെഡ് മിക്സഡ് വണ്ണാണ്. മൂവിങ് പാർട്സാണ്. ബോണറ്റും ഡോറും ഒക്കെ നമുക്ക് തുറക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ ഇത് അൺബോക്സ് ചെയ്യാൻ പോയാലോ. മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് മീ ഷാരോൺ. വെൽക്കം ടു ഷാരോൺസ് ബ്ലോഗ് അഥവാ ഷാരോൺസ് ഗ്യാരേജ്. അപ്പോൾ അതുപോലെ നമ്മുടെ വീണ്ടും മറ്റൊരു കാറ് ഇത് 1:24 സ്കെയിൽ മോഡലിലെ ടൊയോട്ടോ GR ERS ആണ്. സ്പെഷ്യൽ എഡിഷനാണ് മിസ്റ്റോയുടെ. ഇതിൻ്റെ അകത്തും എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രീമിയം എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ, അസംബിൾ ലൈൻ. ഒന്നിനും പറയാം. പ്രീമിയം എഡിഷൻ നമ്മുടെ ഇതുവരെ കിട്ടിയിട്ടില്ല, പണ്ടത്തെ വിൻറ്റേജ് മോഡൽ. ഈ ബ്രാൻഡ് കിട്ടില്ല കേട്ടോ. പിന്നെ സ്പെഷ്യൽ എഡിഷൻ നമ്മുടെ കുറേ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്നതിൽ പകുതി എണ്ണവും സ്പെഷ്യൽ എഡിഷനാണ്. പിന്നെ അസംബിൾ ലൈൻ നമ്മുടെ ഒറ്റ ഒരെണ്ണം കിട്ടിയിട്ടുള്ള, അതാണ് മറ്റൊക്കെ അറിയാം. പാർട്സായിട്ട് വരും, നമ്മളത് സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവർ അസംബിൾ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയേണ്ട, അൺബോക്സ് ചെയ്യാം. സൈഡിലൊരു ഇവിടെ ഒരു വെട്ട് കൊടുക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഇത് വെട്ട് കൊടുക്കണ്ട, ചുമ്മാ വലിച്ചു കുറച്ചെടുത്താൽ മതി. വാ കവർ പോട്ടെ. ഇതാണ് നമ്മൾ എടുക്കുക. ഇതിൻ്റെ അകത്തൊരു അതേ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തേക്ക്. ഓക്കെ, യെസ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സാധനം. ഫ്രണ്ടിലൊക്കെ പക്ക ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം സ്ക്രൂ അങ്ങ് വെച്ചെടുക്കട്ടെ, എന്നാലേ ഉള്ളൂ നമുക്ക് നേരെ ഇത് കാണിക്കാനും സാധിക്കുള്ളൂ. ഇത് സ്ക്രൂ അഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഇതിൻ്റെ സ്ക്രൂ അഴിക്കുക എന്ന് പറയുന്നത് ഈ ബ്രാൻഡിൻ്റെ. മറ്റുള്ളതാണെങ്കിൽ അടിയിലൊരു ചെറിയ ലോക്കായിരിക്കും, തിരിച്ച സാധനം ലോക്കിങ് ഊരിപ്പോരും. എന്നാൽ ഇവരങ്ങനെയല്ല. ലോക്ക് ഊരുക എന്ന് പറയുന്നത്, സ്ക്രൂ ഉരുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മാതിരി ടൈറ്റാക്കിയാണ് ഇവർ സ്ക്രൂ വച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നടവേ, അയ്യോ. ഓക്കെ, നമ്മൾ ഊരി. ഇതാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ടൊയോട്ടോ ERS. എൻ്റെ പൊന്നെ, കൊള്ളം കേട്ടോ. നീ എന്താടാ ഞാനാ ലുക്കാ നോക്കി. എൻ്റെ പൊന്നടവേ, ഫ്രണ്ടിലോ ലോഗോയും പക്ക GR ERS GR എന്ന ബ്രാൻഡ് നെയിമും എല്ലാം പക്ക ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതും പറയാമോ. അതായത് ഞാൻ എൻ്റെ റബ്ബർ ബാൻഡ് കളിച്ചാൽ നമുക്ക് എൻ്റെ ബോണറ്റ് തുറക്കാൻ സാധിക്കും. അടിയിൽ നിന്ന് കണ്ടിക്കാം. ഞാൻ മുകളിൽ നിന്ന് കണ്ടിച്ചിട്ട് ഇതിൻ്റെ കൊള്ളണ്ട. യെസ്, റബ്ബർ ബാൻഡ് ഇടിച്ച് ഇവിടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ 2 സ്റ്റിക്കറും കൂടി ഇരിപ്പുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. 2 എൻ്റെ പൊന്നെ. മുകളിൽ മാറ്റ് ഫിനിഷും സൈഡിൽ ഗ്ലോസി ഫിനിഷും ഒരു നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട്. അതായത് ഇവിടെ കൊണ്ടോ GR എന്ന് പറയുന്ന അവിടെ ആ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് മുമ്പോട്ട് തള്ളി ആണ് ഇരിക്കുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോണറ്റ് ഇപ്പം എങ്ങനെ തുറക്കുന്ന കർത്താവേ. ഓക്കെ, അടിയിൽ അകത്ത് എൻജിനൊക്കെ നോക്കി GR എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻജിനൊക്കെ പക്ക ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഇതുപോലെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു ഡൈകാസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയണം. എൻജിൻ, കൂളിംഗ് എല്ലാം പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി സാധനം. അലോയ് വീൽസൊക്കെ നോക്കി. അലോയ്സ് അവിടെയൊക്കെ ആണെങ്കിലും ടയറിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും ടൊയോട്ടോയുടെ ലോഗോ അവർ കൊടുക്കാൻ ഒട്ടും മറന്നിട്ടില്ല. ടയറൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള റബ്ബറാണ്. നമുക്കിങ്ങനെ എടുക്കാം. എൻ്റെ പൊന്നെ, ഡോറൊക്കെ ആണെങ്കിലും സ്റ്റിയറിംഗ് ആണ് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റിയറിങ്ങിൻ്റെ സ്ഥാനത്ത് അവർ ലോഗോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് ഓട്ടോമാറ്റിക്കാണ് തോന്നുന്നു കേട്ടോ.
ഓട്ടോമാറ്റിക്കാണ്. വണ്ടി ഓട്ടോമാറ്റിക്കാണ്. 4 ഡോറാണ്, അല്ല 4 സീറ്ററാണ്, 2 ഡോറാണ്. ഏട്ടാ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇവിടെയും ടൊയോട്ട എന്ന് പറഞ്ഞ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ തന്നെ കുറച്ച് തള്ളി നിന്നിട്ടാണ് ആ ലോഗോ അവർ കൊടുത്തിരിക്കുന്നത്. GR നമ്പർ പ്ലേറ്റിന് അവിടെ GR ഏരിയസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ GR 4 എന്നല്ലേ, അതെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് കൂടി തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വീട്ടിൽ ഞാൻ ഇത് പിളകുന്നുണ്ടല്ലോ, ബൂട്ട് തുറക്കാൻ പറ്റുമായിരുന്നോ? അല്ല ബൂട്ട് തുറക്കാൻ പറ്റില്ല, ഇത് ലോക്കാണ്. നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ഞാൻ വിചാരിച്ചത് ഇളക്കുന്നുണ്ടപ്പം തുറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. എന്തായാലും സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ അത് ഒരു പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്. അടിയിലാണെങ്കിൽ നോക്കിക്കേ, പുകക്കുഴൽ ഡബിൾ എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് നല്ല സിൽവർ കളറിൽ അവർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നട അടിയിലാണെങ്കിൽ എഞ്ചിൻ്റെ അവിടെ നിന്ന് പുക പോകാൻ വേണ്ടി കുഴൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സ്ഥാനത്താണ് 2 സ്ക്രൂ കൊടുത്തേക്കുന്നത്. ഇവിടെ ടൊയോട്ട GR ഏരിയ സ്കെയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 124 സ്കെയിൽ മോഡൽ മെസ്റ്റോന്ന് കൊടുത്തിട്ടുണ്ട്. മേഡ് ഇൻ ചൈന കൊടുത്തിട്ടുണ്ട്. അവരുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. UKCA സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടയർ തരില്ല, എന്നാലും നമുക്ക് പോകുന്ന പൊക്കുണ്ടോ. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മുതലാണിത്. ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ പക്ക ഡേറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ്. അത് ലൈറ്റിൻ്റെ അകത്ത് ട്രിപ്പിൾ ഇൻഡിക്കേറ്റർ അല്ലേ, അതെ ട്രിപ്പിൾ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വയ്യടാ, എൻ്റെ പൊന്നട പോയി നോക്കിയൊക്കെ ഐറ്റം. നമുക്കിത് കുറച്ചുകൂടി വെട്ടത്ത് നിന്ന് പുറത്ത് നിന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു ചെറിയ ഷോർട്സ് കണ്ടിട്ട് വരാം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത നമ്മുടെ പുതിയ ഡൈകാസ്റ്റിലാണ് ടൊയോട്ടോ GR എന്ന് പറയുന്നത്. ഈ മോഡൽ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡീറ്റെയിലിംഗ് ആയ സാധനം കൊടുത്തിരിക്കുന്നു കേട്ടോ. ആ കളറും എനിക്കിത് ഭാവിയിൽ നമുക്ക് ഈ വണ്ടി മേടിക്കാൻ നോക്കാം. കാരണം ഈ കളർ തന്നെ സാധനം കിട്ടുമ്പോഴേക്ക് എന്നാ ഡീറ്റെയിലിംഗ്, എന്നാ കളർ വേരിയേഷൻ അവിടെ കൊടുത്തേക്ക് നോക്കി. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഡീറ്റെയിലിംഗ് ആണ് ഈ സാധനത്തിന് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ കളക്ഷനിൽ എല്ലാ വണ്ടികളും ഇഷ്ടമാണെങ്കിലും പക്ഷേ ഇത് വേറെ ലെവൽ എൻ്റെ പൊന്നട പോയി. അമ്മാതിരി സാധനമാണ്. പക്ക ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ഡൈകാസ്റ്റ് ഇട്ട് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ അടുത്തത് ഏത് ഡൈകാസ്റ്റാണ് വേണ്ടത് നിങ്ങൾ പറയുവാണെങ്കിൽ, നമ്മുടെ സാധനം കിട്ടുവാണെങ്കിൽ നമ്മളത് മേടിച്ച് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും, മറക്കണ്ട. അപ്പോൾ ഇസ്മി ഷാരോൺ, അഥവാ ഷാരോൺസ് ഗ്യാരേജ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.